ഹലോ, ധന്യസ് കിച്ചൻ ജേണിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വളരെ എളുപ്പത്തിൽ നമ്മൾ ഇന്നൊരു എളുപ്പക്കറി ഉണ്ടാക്കുകയാണ് കേട്ടോ. ചോറിനും ചപ്പാത്തിക്കും ദോശയ്ക്കൊക്കെ പറ്റിയൊരു ഈസി കറിയാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാമല്ലോ. വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ. വീഡിയോ ഇഷ്ടമായ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണേ. ഇതിനായിട്ട് ഞാൻ ആദ്യം തന്നെ എടുത്തിട്ടുള്ളത് ബജ്ജി മുളകാണ് കേട്ടോ. നമ്മൾ സാധാരണ ബജ്ജിയൊക്കെ ഉണ്ടാക്കുന്ന എരിവ് കുറഞ്ഞ മുളകാണ്. ഒരു മീഡിയം സൈസിലുള്ള 3 സവാള എടുത്തിട്ടുണ്ട്. തക്കാളി ഞാനൊരു 6 എണ്ണം, ചെറുതായതുകൊണ്ടാണ് കേട്ടോ എടുക്കുന്നത്. കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, മല്ലിയില എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കണം. ഞാനിവിടെ ബജ്ജി മുളക് ഇതുപോലെ കീറി എടുത്തിട്ടുണ്ട് കേട്ടോ. തക്കാളി ഇതാ 4ആയിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ്. തക്കാളി വലുതാണെങ്കിൽ ഒരു 3 എണ്ണം എടുത്താൽ മതി. ഇനി ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന സവാള, ഇഞ്ചി ഇതെല്ലാം ഇട്ട് കൊടുക്കുക. ഇഞ്ചി, വെളുത്തുള്ളി ഇതിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. നമ്മൾ വെള്ളമൊന്നും ചേർക്കാതെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കറക്കിയെടുത്താൽ മതി. അപ്പോൾ അതാ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു കടായി നമുക്ക് സ്റ്റൗവിൽ വെച്ച് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 2 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 സ്പൂണോളം ക്യൂമിൻ സീഡ്, ജീരകം ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന സവാളക്കൂട്ടും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. നമ്മളിതിൽ കടുക് പൊട്ടിക്കുന്നൊന്നുമില്ല കേട്ടോ. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഈ ഒരു രീതിയിൽ ചെറുതായിട്ടൊന്ന് കളറ് മാറി വരുന്നവരെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ അതാ നന്നായിട്ട് ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ബജ്ജി മുളകും തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ബജ്ജി മുളകും തക്കാളി ഇതുപോലെ വലുതാക്കി ഇട്ടാൽ മാത്രമാണ് നമ്മളത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇല്ലെങ്കിൽ പെട്ടെന്ന് നന്നായിട്ട് ഉടഞ്ഞു പോകും. അതുകൊണ്ടാണ് കേട്ടോ. നന്നായിട്ട് പച്ചമണം മാറുന്ന വരുന്ന വഴറ്റി എടുത്തതിന് ശേഷം ഇതിലേക്ക് 1/2 സ്പൂണോളം ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പിട്ടതിന് ശേഷം ഒന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. ഇതുപോലെ ഉപ്പൊന്ന് നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതൊന്ന് വെന്ത് വരികയും വേണം. അതൊന്ന് അടച്ച് വെച്ച് ഒരു 2 മിനിറ്റിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഇടയിലൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുകയും ചെയ്യാം കേട്ടോ, നമ്മളിത് അടച്ച് വയ്ക്കുമ്പോൾ. അപ്പോൾ ഇതാ തക്കാളിയുടെ വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി വന്ന് ഈ മുളകൊക്കെ ഇങ്ങനെ ചെറുതായിട്ടൊന്നും ഇങ്ങനെ വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. മുളകിനൊരു പച്ചമണമാണ്, അതുകൊണ്ടാണ് ആദ്യം തന്നെ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുന്നത്. ഒന്നുകൂടെ ഒന്ന് അടച്ച് വയ്ക്കുന്നുണ്ട്. മുളക് നന്നായിട്ട് ഇങ്ങനെ ഉടഞ്ഞില്ല എന്നുള്ളൊരു പരുവത്തിലേക്ക് വരണം. അപ്പോഴാണ് കഴിക്കാൻ നല്ല രുചി ഉണ്ടാവുള്ളൂ, ഇതിൽ മസാലയൊക്കെ പിടിക്കുള്ളൂ. അപ്പോൾ ഇതിവിടെ ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു രീതിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടി, 1 സ്പൂണോളം കുരുമുളക് പൊടിയാണ് കേട്ടോ, കുരുമുളക് പൊടിച്ച് വെച്ചതാണ്. 1/2 സ്പൂണോളം പെരിഞ്ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. പെരിഞ്ജീരകം ചേർത്ത് കൊടുത്ത് 1/4 സ്പൂണോളം മാത്രം കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു പ്രത്യേക മണമാണ് കേട്ടോ. ഇനി 1/2 സ്പൂണോളം മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ പൊടികളെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഈ ഒരു രീതി തന്നെ വഴറ്റിയെടുക്കണം. അപ്പോൾ പെരിഞ്ജീരകം ചേർക്കാൻ മറന്നു പോകരുത്. വേറെ ഗരം മസാലയൊന്നും നമ്മളിതിൽ ചേർത്ത് കൊടുത്തിട്ടില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതാ നന്നായിട്ട് പൊടികളും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇനി തീ വളരെ കുറച്ച് വെച്ചതിന് ശേഷം 1/2 കപ്പോളം പുളിയില്ലാത്ത തൈരാണ് കേട്ടോ. 1/2 കപ്പ് മുഴുവനായിട്ടും എടുത്തിട്ടുണ്ട്. നല്ല കട്ടി തൈരാണ് എടുത്തിട്ടുള്ളത്. തീ നല്ലോണം കുറച്ച് വെച്ചിട്ട് വേണം ഇത് ചെയ്തെടുക്കാൻ. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം കേട്ടോ. ഈ തൈര് ഈ മസാലയിലൊന്ന് നന്നായിട്ട് യോജിച്ച് വരുന്നവരെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഈ തൈര് പെട്ടെന്ന് അങ്ങ് പിരിഞ്ഞു പോകും. അത് നമുക്ക് പിന്നെ വേറെ തന്നെ അറിയാൻ പറ്റും, കറിയിൽ ഇങ്ങനെ വേറിട്ട് കിടക്കുന്നത്. അപ്പോൾ അതാ ഈ ഒരു രീതി തന്നെ ഇളക്കി കൊടുത്ത് ജസ്റ്റ് ഒന്നിങ്ങനെ ചൂടായി വരുമ്പോൾ നമുക്ക് ഇളക്കൽ നിർത്താം കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഈ തൈരും ഇതും തമ്മിലൊന്ന് യോജിച്ച് വരണം. ഇപ്പോൾ തിളയ്ക്കുന്നുണ്ട്, തിള വരുന്ന വരെ ഒന്ന് ഇതുപോലെ ഇളക്കി കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഏതാണ്ട് ഒരു 3/4 ഗ്ലാസ്സോളം വെള്ളമുണ്ട് കേട്ടോ. ഇതും കൂടെ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഉപ്പ് കുറച്ച് കുറവുണ്ടായിരുന്നു, ഒരു 1/4 സ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ തൈരൊക്കെ ഇതിൽ യോജിപ്പിച്ച് വന്നതിന് ശേഷം മാത്രമാണ് നമ്മളിതിൽ വെള്ളം ഒഴിച്ച് കൊടുക്കാൻ പാടുള്ളൂ. ഇപ്പോൾ കറി ഏതാണ്ട് തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് മല്ലിയില എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന മല്ലിയിലയും കൂടെ ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് അടച്ച് വയ്ക്കാം. അടച്ച് വെച്ച് വീണ്ടും ഒരു 2 മിനിറ്റ് ഒന്ന് ഇതുപോലെ ലോ ഫ്ലെയിമിലിട്ട് കൊടുത്താൽ മതി. അപ്പോൾ അതാ നമ്മുടെ കറി ഇവിടെ ഓൾമോസ്റ്റ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ പണി. ഇനി ഇതിലേക്ക് കസൂരി മേത്തിയാണ് കേട്ടോ. ഒരു 1/2 സ്പൂണോളം കസൂരി മേത്തി, ഉലുവ
ചീരയാണ്, ഉലുവച്ചീര ഉണക്കിയതാണ്. അത് നമുക്ക് മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടും. ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. അപ്പോൾ ഇനി നന്നായിട്ട് ഇതിനെ ഒന്ന് ഇളക്കിയെടുത്ത് വരണം. നല്ല രുചിയാണ് കേട്ടോ. നമുക്ക് വേറെ പച്ചക്കറികളൊന്നും തന്നെ വേണ്ട. ബജിമുളക് ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് ചൂടാറിയതിന് ശേഷം ഈ ഒരു പരുവത്തിലാണ് ഇരിക്കുക കേട്ടോ. നാനിൻ്റെ കൂടെ, ചോറിൻ്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ ഒക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയൊരു അടിപൊളി കറിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇതുപോലെയുള്ള ഈസി റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.